അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് മൗറീഷ്യസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മൗറീഷ്യസ് കാണണമെന്ന് ആഗ്രഹമുണ്ടാവും. അത്രയും സുന്ദരമായൊരു നാടാണ് മൗറീഷ്യസ്. വളരെ സുന്ദരമായ നാട്, അതേപോലെ തന്നെ ക്ലൈമറ്റ്, നല്ലൊരു ക്ലൈമറ്റ്, അതുപോലെ ജീവിക്കാൻ സുഖം, എല്ലാം കൊണ്ടും മൗറീഷ്യസ് വന്ന് വളരെ ഒരു നല്ലൊരു നാടാണ്. അതുകൊണ്ട് തന്നെ അവിടെ ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്നുണ്ട് ഈ മൗറീഷ്യസിലേക്ക്. അപ്പോൾ ഇന്ന് മൗറീഷ്യസിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക, അതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ മൗറീഷ്യസിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ പലരുടെ സംശയമാണ്. അതിലാദ്യം വരുന്നുണ്ട് വിസ വേണമെന്നുള്ളത്. അപ്പോൾ നമുക്ക് വിസ ഒന്നും അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് അവിടെ നിന്ന് തന്നെ ടൂറിസ്റ്റ് വിസയിൽ വരികയാണെന്നുണ്ടെങ്കിൽ മൗറീഷ്യസിലേക്ക് സുഖമായിട്ട് വരാൻ പറ്റും. പിന്നെ അതുപോലെ ജോലിക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റെവിടെ വിസ എടുക്കേണ്ടി വരും. അപ്പോൾ ഒരു പെർമനൻറ്റ് വിസ ഉണ്ട്, ഒരു വിസ ഉണ്ട്. ആ വിസ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ. മൗറീഷ്യസിൽ വന്നിട്ട് ഒരു 60% വന്നിട്ട് ഇന്ത്യക്കാരാണ്. അതായത് ഈ പഴയ കാലത്ത് വന്നിട്ട് ഇവിടെ കൃഷിക്കായിട്ട് വന്നാണ് ഇവിടെ ഇന്ത്യയിൽ നിന്ന് കുറേ ജനങ്ങൾ ഇവിടെ ആൾക്കാർ വരികയുണ്ടായി. അപ്പോൾ അങ്ങനെ അവർ വന്ന് സെറ്റായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ കൂടുതലും. അപ്പോൾ 60% ഇന്ത്യക്കാരാണ്. അപ്പോൾ അവിടുത്തെ നമ്മുടെ ഇന്ത്യയിലുണ്ടാകുന്ന പോലത്തെ കൾച്ചറും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കൂടുതലും ഹിന്ദുക്കളാണ്. അപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ കാണുന്ന അമ്പലങ്ങളും ഇതൊക്കെ ഇവിടെ ഇഷ്ടംപോലെ കാണാൻ പറ്റും. തമിഴ്നാട്ടിലത്തെ ജനങ്ങളാണ് ഇവിടെ കൂടുതലും ഇവിടെ ഒന്ന് സെറ്റായിട്ടുള്ളത്. അപ്പോൾ അവരൊരു ഇതിവിടെ നമുക്ക് പ്രത്യേകമായിട്ട് കാണാം നമുക്ക്. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ വർഷം മുഴുവൻ നമുക്ക് ഇവിടെ മഴ കിട്ടും. അതായത് മിക്ക ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഇവിടെ മഴ പെയ്യാറുണ്ട്. അതുപോലെ ഫുള്ള് മഴ പെയ്യാറില്ല, അതുപോലെ തന്നെ നല്ല വെയിലും വരാറില്ല. ഒരു മീഡിയം ഒരു ചൂടുള്ളൊരു ക്ലൈമറ്റാണ്. അതുപോലെ നല്ല തണുപ്പൊന്നും വരാറില്ല. നല്ലൊരു അടിപൊളി ക്ലൈമറ്റാണ് ഇവിടെ നമുക്ക് ജീവിക്കാനായിട്ട്. മൗറീഷ്യസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ബീച്ചുകളാണ്. ഇവിടുത്തെ ബീച്ചുകളൊക്കെ വളരെ സുന്ദരമായ ബീച്ചുകളാണ്. അതാണ് ഇവിടെ കൂടുതലും നല്ല ബീച്ചുകളാണ് ഇവിടെ. അപ്പോൾ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ കൂടുതൽ ആൾക്കാരും ഈ ബീച്ചുകൾ കാണാനാണ് വരുന്നത്. ഇത് ബീച്ചിന് ഒരു പ്രത്യേക ഒരു കളറാണ്, ഒരു നീല കളറ് ചേർന്നിട്ടുള്ളൊരു ബീച്ചാണ് ഇവിടെ. ഇതാണ് മെയിനായിട്ട് ഇവിടെ മൗറീഷ്യസിൽ കാണാനുള്ളത് നമുക്ക്.